ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ധനഹാകാലം 3-ാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മളിന്ന് വിചിന്തനം ചെയ്യാൻ പോകുന്ന വചനഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 7 മുതൽ 19 വരെയുള്ള വചനഭാഗങ്ങളാണ്. ഇന്നത്തെ വചനഭാഗത്തിൽ നമ്മൾ 2 രംഗങ്ങളാണ് കാണുന്നത്. ആദ്യത്തേത് കടൽ തീരത്ത് രോഗികളെ സുഖപ്പെടുത്തുന്ന ഈശോയുടെ ഒരു ചിത്രം. രണ്ടാമത്തേത് മലമുകളിലേക്ക് കയറി ചെന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ളവരെ എൻ്റെ അടുത്തേക്ക് വിളിച്ച് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന ഈശോയുടെ ഒരു ചിത്രം. നമ്മളവരെ ഇത് വായിച്ച് ധ്യാനിക്കുമ്പോൾ 2 ചെറിയ ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യത്തേത് നമ്മൾ കാണുക കടൽ തീരത്ത് രോഗികളെ സൗഖ്യപ്പെടുത്തുന്ന ഈശോയുടെ ചിത്രമാണ്. ഈശോ രോഗികളെ സുഖപ്പെടുത്തുന്നു, പിശാചുകളെ ബഹിഷ്കരിക്കുന്നു, അനേകരിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. ഇതെല്ലാം കേട്ടറിഞ്ഞ് ഒരുപാട് പേര് ഈശോയെ കാണുവാനും സൗഖ്യം നേടുവാനും അത്ഭുതങ്ങൾ തൊട്ടറിയുവാനൊക്കെ ആയിട്ട് ഈശോയുടെ അടുത്തേക്ക് ഓടി വരികയാണ്. ഇങ്ങനെ തൻ്റെ മുമ്പിൽ വലിയ ജനക്കൂട്ടം നിറയുമ്പോൾ, അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശസ്തിയുടെ ഉന്നതിയിൽ നിൽക്കുമ്പോൾ ഈശോ ചെയ്യുന്ന ഒരു ചെറിയ കാര്യമുണ്ട്. ശിഷ്യന്മാരുടെ അടുത്ത് പറയുകയാണ്, ഒരു വഞ്ചി തയ്യാറാക്കി വയ്ക്കുക. എന്നിട്ട് പതിയെ അതിലേക്ക് പിൻവാങ്ങുന്ന ഒരു ഈശോയെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. നമുക്ക് ചിന്തിച്ചു നോക്കാം. നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ, ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, വലിയ അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, വളരെ ഉയർച്ചയിലൂടെ പ്രശസ്തിയിലൂടെയൊക്കെ നമ്മുടെ ജീവിതം കടന്നു പോകുമ്പോൾ നമ്മുടെ മനോഭാവം എന്താണ്? ഇങ്ങനെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഒന്നുകൂടുമ്പോൾ അതിലിങ്ങനെ സന്തോഷിച്ച് അതിൽ നമ്മളിങ്ങനെ ആഴ്ന്നിറങ്ങുകയാണോ? അതോ ഇതിലപ്പുറം എന്തൊക്കെ വലിയ കാര്യങ്ങൾ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാനുണ്ട്, എന്തൊക്കെ വലിയ നന്മകൾ എൻ്റെ ജീവിതത്തിലൂടെ ദൈവം നടത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഈ പ്രശസ്തിയിൽ നിന്നും സൗഭാഗ്യങ്ങളും നേട്ടങ്ങളിൽ നിന്നെല്ലാം ഒന്ന് പിൻവാങ്ങുവാനായിട്ട്, ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് അറിയുവാനായിട്ട് നമുക്ക് മാറുവാനായിട്ട് പിൻവാങ്ങുവാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെ സാധിച്ചിട്ടില്ലെങ്കിൽ ദൈവത്തോട് ക്ഷമ ചോദിക്കാം. ജീവിതത്തിൽ നന്മകളൊക്കെ ഉണ്ടാകുമ്പോൾ, നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നന്ദി പറയുക. അതോടൊപ്പം ഇനിയും വലിയ കാര്യങ്ങൾ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാനുണ്ടെന്ന തിരിച്ചറിവിൽ ഈ സന്തോഷങ്ങൾക്ക് ഒരു അല്പം പിൻവാങ്ങാൻ പരിശ്രമിക്കാം. രണ്ടാമത്തേത് നമ്മൾ കണ്ടുമുട്ടുക മലമുകളിലെ തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിക്കുന്ന ഈശോയാണ്. മലമുകളിലേക്ക് കയറി ചെല്ലുന്നു, എനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിക്കുന്നു. എന്നിട്ട് 3 കാര്യങ്ങളാണ് വചനം പറഞ്ഞു വയ്ക്കുക. എന്തിനു വേണ്ടിയാണ് ഈശോ തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചതെന്ന്. 1, തന്നോടുകൂടി ആയിരിക്കാൻ. 2, സുവിശേഷം പ്രസംഗിക്കാൻ. 3, പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ. ഇതിൽ ഏറ്റവും അധികം ഈശോ ആഗ്രഹിക്കുന്ന കാര്യം തന്നോടുകൂടെ ആയിരിക്കുവാനാണ്. ഈശോയുടെ ഇതുപോലെ വേറൊരു രംഗം നമ്മൾ കാണുന്നുണ്ട്. തൻ്റെ അവസാന നിമിഷങ്ങളിൽ പെസഹയ്ക്ക് ശേഷം ഈശോ ഗെത്സമനിയിലേക്ക് പോകുന്ന രംഗമുണ്ട്. അവിടെ ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ ഉറങ്ങുന്ന കാണുമ്പോൾ ഈശോ അവരോട് പറയുന്ന കാര്യമുണ്ട്, നിങ്ങൾക്ക് ഈ 1 മണിക്കൂർ സമയം എന്നോടുകൂടെ ഉണർന്നിരിക്കാൻ സാധിക്കുന്നില്ല എന്ന്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എന്താ? നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ആയിരിക്കുക എന്നാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം എന്താ? നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ആയിരിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ചില വ്യക്തികൾ നമ്മുടെ കൂടെ ഇല്ല. ഇത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും സങ്കടവും ഒക്കെ എല്ലാം തന്നെ. പലപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മക്കളോട് കൂടെ ആയിരിക്കാൻ സാധിക്കാതെ വിഷമിക്കുന്ന വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കന്മാർ, ജീവിത പങ്കാളിയുടെ കൂടെയൊക്കെ ആയിരിക്കാൻ സാധിക്കാതെ വിഷമിക്കുന്ന ചില ജീവിത പങ്കാളികൾ പരസ്പരം, ഇങ്ങനെ പ്രിയപ്പെട്ടവരുടെ കൂടെ ആയിരിക്കാൻ സാധിക്കാതെ വിഷമിക്കുന്ന ഒരുപാട് പേരെ നമ്മുടെ കുടുംബങ്ങളിൽ സമൂഹത്തിൽ കാണാൻ സാധിക്കും. നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സമയം മാറ്റിവെക്കുക എന്നാണ്. അതിലും വലിയ സ്നേഹപ്രകടനങ്ങൾ ലോകത്തിലൊന്നും തന്നെയില്ല. ഒരുപക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടിയാവും, മാതാപിതാക്കൾക്ക് വേണ്ടിയാവും ഒരുപാട് സമ്പത്ത് നമുക്ക് സമ്പാദിക്കാൻ സാധിക്കും. പക്ഷെ അതിലധികം അവരാഗ്രഹിക്കുക നമ്മുടെ സമയം അവർക്ക് വേണ്ടി മാറ്റിവെക്കുക എന്നാണ്. ഈ ഒരു ചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സമയം മാറ്റിവെക്കാൻ നമ്മൾ പരിശ്രമിക്കാം. നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ച നമ്മുടെ നല്ല ദൈവത്തിന് വേണ്ടി, നമുക്ക് ജന്മം നൽകിയ നമ്മുടെ മാതാപിതാക്കന്മാർക്ക് വേണ്ടി, ഒരു ഉത്തരത്തിൽ ജനിച്ചു വളർന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, ഏതൊരു പ്രതിസന്ധിയിലും നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി, അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ടവർക്കും നമ്മൾ പ്രിയപ്പെട്ടവരുമായ വ്യക്തികൾക്ക് വേണ്ടി ഒരല്പസമയമൊക്കെ മാറ്റിവെക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതങ്ങളിൽ വലിയ സന്തോഷമുള്ളതായി തീരും. നാം പറയുന്ന ആ സ്വർഗഭാഗ്യം, ആ സ്വർഗാനുഭവം, ദൈവാനുഭവം ഈ ഭൂമിയിൽ തന്നെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. നന്ദി.